ഹായ് ഹലോ നമസ്കാരം. ഞാൻ ചിത്ര അരുൺ ലൈഫ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പം വളരെ കുറച്ച് ആൾക്കാർ കണ്ടു. അതിൽ ചുരുങ്ങിയ ചില ആൾക്കാർ ലൈക്ക് ചെയ്തു. വളരെയധികം സന്തോഷം, സ്നേഹം, നന്ദി ഒക്കെ അറിയിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, പ്രതിസന്ധികളിൽ തളരാതെ എങ്ങനെ എന്നെപ്പോലുള്ള ഇന്നത്തെ ന്യൂ ജനറേഷനൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരൊക്കെ വലിയ സ്ട്രോങ്ങാണ്. നമ്മളെപ്പോലുള്ള അല്ലെ എന്നെപ്പോലൊക്കെയുള്ള ആൾക്കാരുണ്ടല്ലേ, ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞ് വിഷമിച്ച് മറ്റുള്ള ദൈവത്തെയും വഴി പറഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നല്ല ഒരു ചിട്ടയായിട്ടുള്ള ഒരു രീതിയിൽ ജീവിച്ചു പോയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ളത് അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് ഞാനും. ഒരുപാട് പേരുണ്ട്, അതിലൊരാളാണ് ഞാനും. അപ്പം ഒരു 10-35 വയസ്സ് വരെയൊന്നും ഞാൻ ഇങ്ങനെയൊന്നുള്ള ഒരാളല്ലായിരുന്നു. നെഗറ്റീവിൻ്റെ ഒരു കൂടാരമായിരുന്നു. അങ്ങനെ ജീവിതത്തിലെ നമുക്ക് സങ്കടങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമ്പം നമുക്ക് ഏക ആശ്രയം എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ്. അപ്പം അങ്ങനെ കുറേ വർഷങ്ങൾ കൊണ്ട് എനിക്കിങ്ങനെ ഇതിലൊക്കെ ഇഷ്ടമുണ്ട്. ഈ ആധ്യാത്മികമായ കാര്യങ്ങളൊക്കെ കേൾക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് സ്വാമിജി ഉദിച്ച ദിനാജിയുടെയൊക്കെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. ഈ TV വിക്കകത്ത് വരും രാവിലെ 6 മണിക്ക്. അപ്പോൾ അന്നൊക്കെ ഞാനിത് വെക്കുമ്പം സ്വാമിജി മരണത്തെക്കുറിച്ചൊക്കെ പറയും. അപ്പം ഞാൻ ഓടിപ്പോയി TV നിർത്തി വെക്കും. അന്ന് അതൊന്നും കേൾക്കാനുള്ള ധൈര്യമില്ല, മനസ്സിനകത്ത് അത്രയില്ല, പേടിയാണ്. പിന്നെ അങ്ങനെ കിട്ടുന്നപ്പോഴാണ് ഫോണിൻ്റെ വരവ്. ഫോൺ വന്നപ്പോഴും ഈ യൂട്യൂബൊക്കെ എടുത്ത സമയത്ത് ഈ സ്വാമിജിയുടെ പ്രഭാഷണം ഞാനിങ്ങനെ കേൾക്കാനിടയായി. അപ്പോൾ ഞാൻ പിന്നെ ഇതിങ്ങനെ കേൾക്കും. അതിനൊരു അങ്ങനെയല്ല, അതങ്ങ് ഇഷ്ടമാണ് എനിക്കത് കേൾക്കുക. അങ്ങനെ ഞാൻ നാമം ജപിക്കാനൊക്കെ അങ്ങനെ നാമം ജപിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ജപിച്ച് നമുക്കങ്ങനെ ചെയ്യുമ്പോഴൊന്നും വലിയ മാറ്റമൊന്നുമില്ല. പക്ഷെ നമ്മളറിയാതെ നമുക്കൊരു മാറ്റം സംഭവിക്കും. അത് ഒരു മാറ്റമുണ്ട്. പിന്നെ നാരായണ ഗുരുദേവ കൃതികൾ പഠിക്കുന്നു. അതിനെനിക്കൊരു മാതാജിയുണ്ട്, സ്വാമിനി നിത്യചിന്മയി. എൻ്റെ ആത്മീയ ഗുരുക്കന്മാരായിട്ടൊക്കെ ഞാൻ കാണുന്നത്, നമുക്ക് ഈശ്വരൻ ആരാന്ന് പഠിപ്പിച്ചു തരുന്ന ആരാണോ അവരാണ് നമ്മുടെ ഗുരുക്കന്മാരല്ലേ. നാരായണ ഗുരുദേവൻ്റെ കൃതികളൊക്കെ വായിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട്, ഒരു ദുഃഖമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ശരിയായ രീതിയിലൊരു ആക്ഷൻ എടുക്കാൻ നമുക്ക് സാധിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരു ബോധമുള്ളപ്പോഴേ നമുക്ക് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ തകർന്നു പോകും. ഇപ്പം എന്തൊരു പ്രശ്നം വന്നാലും നമുക്കറിയാം ഇങ്ങനെയൊക്കെയാണ് ജീവിതം. നമ്മുടെ ഗ്രന്ഥങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ഈ ആചാരങ്ങളുടെ മാത്രം പുറകെ പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒന്നിലും ഒരു ഇത് വരാത്തത്. അനുഷ്ഠാനം കൂടെ വേണം. അനുഷ്ഠാനം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിനെയാണ് അനുഷ്ഠാനം എന്ന് പറയുന്നത്. ആചാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം രാവിലെ എണ്ണിച്ചുക്കുന്നു, കുളിക്കുന്നു, വിളക്ക് കത്തിക്കുന്നു, പൂ വെക്കുന്നു, മാലയിടുന്നു, അത് നമ്മുടെ ആചാരമാണ്. അതിനൊപ്പം തന്നെ നമ്മുടെ അനുഷ്ഠാനത്തെ കൂടെ നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോകണം. നാമം ഡെയിലി അതിനുവേണ്ടി നാമം ജപിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, അല്ലേ? അതൊക്കെ നമുക്ക് നല്ലൊരു മൈൻഡിന് നല്ലൊരു ഒരു ബലം, ധൈര്യമൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ്. നമ്മൾ ആദ്യമൊന്നും ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഏകാഗ്രതയൊന്നുമില്ല. ഞാനൊക്കെ ആണെങ്കിൽ ലളിതാ സഹസ്രനാമം ജപിക്കുക എന്നൊക്കെ പറയുമ്പം നമുക്ക് പാടാം. അതൊക്കെ ആദ്യമൊക്കെ ജപിക്കാൻ പാടല്ലേ, സംസ്കൃതമാണ്. അപ്പം ഞാൻ ഒരു ദിവസം മലയാളപ്പുഴ അമ്പലത്തിൽ പോയി അവിടുന്ന് ഒരു പുസ്തകം മേടിച്ച് ആ അമ്പലത്തിൽ തന്നെ ഇരുന്ന് പൊട്ട അക്ഷരത്തെറ്റിൽ ഞാനത് ചൊല്ലുക. അങ്ങനെ കുറേ നാൾ ചൊല്ലിയാണ് ഞാനത് പഠിച്ചത്. അങ്ങനെ അക്ഷരത്തെറ്റില്ലാതെ ഒന്ന് വായിക്കാൻ പഠിച്ചത്. കുറേ നാളിങ്ങനെ ചൊല്ലിയാണ് പിന്നെ അതങ്ങ് നമുക്ക് ഇതാകും. അങ്ങനെ വിഷ്ണുദാസനാമോ അങ്ങനെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മളോട് ആൾക്കാർ ചോദിക്കും, ഇതൊക്കെ ചൊല്ലിയിട്ട് നിനക്ക് എന്തോ കിട്ടുന്നു, നീ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടുന്നു? അപ്പോൾ ആ സമയത്തൊക്കെ നമുക്കൊന്നും ഒന്നും ഇല്ലല്ലോ, ഇവരെന്താ ഇങ്ങനെ പറയുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷേ പിന്നെ നമ്മൾക്ക് സ്വയം അറിയും ഇതുകൊണ്ടൊക്കെയാണ് നമ്മളുടെ മൈൻഡ് ക്ലിയർ ആയത് എന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അതാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ അങ്ങനെ അനുഭവിക്കുന്ന ഒരാളാണ്. ഇല്ലെങ്കിൽ ഇന്നിങ്ങനൊന്നും ഒരു വീഡിയോ ഒന്നും പറയാനുള്ള ഇതൊന്നും എനിക്കുണ്ടാകത്തില്ല. അപ്പോൾ അതെൻ്റെ ഭഗവാൻ എനിക്ക് തന്ന ഒരു ഊർജ്ജമാണ്, എനർജിയാണ്. അങ്ങനെ എൻ്റെ നാടെന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ തേക്കുതോട് എന്ന് പറയുന്ന ഒരു നല്ല പ്രകൃതി രമണീയമായ ഒരു ഗ്രാമത്തിലാണ്.
തോടും ആറും കാടും മേടും കുന്നും മലയും എല്ലാം ഉള്ള നല്ല ഒരു പ്രകൃതി രമണീയമായ നല്ലൊരു സ്ഥലം. ഞങ്ങളുടെ ജീവനാണ് ഞങ്ങൾക്ക് ആ സ്ഥലം. പക്ഷേ നമുക്ക് അറ്റാച്ച്മെൻറ്റ് കൊണ്ട് നമ്മളിരുന്നാൽ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പം സാമ്പത്തികമൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാകാൻ തുടങ്ങിയപ്പം മക്കളെയൊക്കെ പഠിപ്പിച്ച ഒരാളുടെ തന്നെ വരുമാനത്തിൽ നമുക്ക് പോകാൻ ബുദ്ധിമുട്ടായി കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്ന ഒരു ജോലി എന്ന് പറഞ്ഞാൽ കുക്കിങ് മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ കുക്ക് ചെയ്യും. അപ്പോൾ പൊതിച്ചോറൊക്കെ കെട്ടിക്കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാനിപ്പോൾ താമസിക്കുന്നത് ചോറ്റാനിക്കരയിലാണ്. ചോറ്റാനിക്കര അമ്പലത്തിനടുത്താണ്. ഇപ്പം ഞാനിവിടെ ഒരു കുഞ്ഞു കടയൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നു. അതിനെക്കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. ഇവിടെ എങ്ങനെയാണെന്നും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചൊരു വീഡിയോ പറഞ്ഞാൽ ഒരുപാട് ഇതായിപ്പോവും, ആൾക്കാർക്ക് ബോറടിക്കും. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വളരെ ഒരു അടുക്കും കാര്യം നമ്മൾ വീഡിയോ ഫോൺ ഓണാക്കി വെച്ചിട്ട് അങ്ങ് പറയുകയാണ്. നമുക്കങ്ങനെ വലിയൊരു ഇതില്ല, നമ്മൾ എഴുതി വെച്ചിട്ടൊന്നുമല്ല പറയുന്നത്, നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങളങ്ങ് പറയുകയാണ്. അതുകൊണ്ട് ഒരു കാണുന്നവരൊക്കെ അങ്ങനെ കരുതണം. അല്ലാതെ ഒരുപാട് നമുക്ക് വലിയ പെർഫെക്ഷനോടൊന്നും പറയാനൊന്നുമുള്ള ഇതായിട്ടില്ല. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക.